കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കനക്കുകയാണ്. എൽഡിഎഫിനും ബിജെപിക്കും പിന്നാലെ പ്രചാരണത്തിൽ കളം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം. തൃശൂരിലെത്തുന്ന കെ മുരളീധരന് വൻ സ്വീകരണം ഒരുക്കാനൊരുങ്ങുകയാണ് പ്രവർത്തകർ. കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം നഗരത്തിൽ മുരളീധരൻ റോഡ് ഷോ നടത്തും. മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുകയാണ്. ആദ്യം ബി വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെത്തുകയാണ്. ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം, ഇന്നവർ മണ്ഡലത്തിലേക്ക് എത്തുന്നു. ഒരു നീണ്ട പ്രചാരണ കാലത്തിനാണോ സംസ്ഥാനത്തിന് തുടക്കമാകുന്നത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കൂടി എത്തുമ്പോൾ അത് കൂടുതൽ കടുത്ത പ്രചരണം ഇന്നു മുതൽ പ്രതീക്ഷിക്കാമോ? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം, സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി കഴിഞ്ഞു. വലിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. രേണുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ തൃശൂർ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഇടമായി തൃശൂർ മാറുകയാണ്. അവിടെ കെ മുരളീധരന്റെ വരവോടുകൂടി ആകെ ഇതുവരെയുള്ള ഒരു ചിത്രം മാറുന്നു. അവിടെ ഏതു തരത്തിലുള്ള വിജയം, ആർക്ക് വിജയം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പ്രധാനമായും പത്മജ വേണുഗോപാലിന്റെ ബിജെപിയിലേക്കുള്ള കടന്നുവരവ്, അത് ബിജെപി വലിയ ആഘോഷമാക്കി മാറ്റുമ്പോൾ, വലിയ നേട്ടമാക്കി മാറ്റുമ്പോൾ തൃശൂരിൽ അത് എങ്ങനെ ബാധിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നുണ്ട്. മറ്റിടങ്ങളിൽ, സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ബിജെപിയെ സംബന്ധിച്ച് അതൊരു നേട്ടമായി മാറുമ്പോൾ വളരെ ജയപ്രതീക്ഷ A+ മണ്ഡലമായി ബിജെപി വെച്ച് പുലർത്തുന്ന തൃശൂർ, അവിടെ സുരേഷ് ഗോപി കാലങ്ങളായി പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. അദ്ദേഹത്തിന്റെ റാലികൾ തൃശൂരിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു. ഈ ഒരു സമയത്ത് പത്മജ വേണുഗോപാൽ വരുമ്പോൾ അവിടേക്ക് അപ്രതീക്ഷിതമായി വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കെ മുരളീധരൻ എത്തുകയാണ്. അദ്ദേഹം വരുമ്പോൾ കോൺഗ്രസിലെ തന്നെ ചില ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്, ഇനി അവിടെ ഡബിൾ എഞ്ചിനാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് TN പ്രതാപന് സ്വാധീനമുള്ള മേഖലകളുണ്ട്, തീരദേശ മേഖല അടക്കം TN പ്രതാപന് സ്വാധീനമുള്ള മേഖല. കെ മുരളീധരന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശൂർ എന്ന് പറയുന്നത്. കെ കരുണാകരന്റെ തട്ടകമാണ്. മുരളീധരന് വളരെ പരിചിതമായ സ്ഥലമാണ്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും. മാത്രവുമല്ല, ഇന്നലെ കണ്ട ഏറ്റവും ഒരു ശ്രദ്ധേയമായ കാര്യം, സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റിയാൽ സാധാരണഗതിയിൽ അവിടെ പടലപ്പിണക്കമോ പരിഭവമോ ഒക്കെയും ഉണ്ടാകേണ്ടതാണ്, പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ കെ മുരളീധരൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ TN പ്രതാപൻ അവിടെ ചുമരെഴുതാൻ പോവുകയാണ് മുരളീധരന് വേണ്ടി. അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. ആ തരത്തിൽ ഒരേ മനസ്സോടുകൂടി അവിടെ കെ മുരളീധരനും TN പ്രതാപനും ഡബിൾ എഞ്ചിനായി വർക്ക് ചെയ്യുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കരുണാകരന്റെ ആത്മാവിനെ വഞ്ചിച്ചു എന്ന ക്യാമ്പയിൻ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വികാരം കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉയർന്നു. ഞാൻ വിനോദിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പിന്നെ എന്ത് പറയാനേ, അപ്പൊ സംഭവിക്കണം എന്നതാണ്. ഇതും പിടിച്ച് നിൽക്കുന്നത് അതിനാണ്, സംഭവിപ്പിക്കാൻ. മനസ്സിലായില്ലേ? ശരി, എന്തായാലും ഒന്നും പറയില്ല. ഇന്നലെ IPS ഉദ്യോഗസ്ഥന്റെ ഒരു ഇതൊക്കെ പറഞ്ഞല്ലോ, പത്മജ കോൺഗ്രസിലേക്ക് അതൊക്കെ ചോദിച്ച ആളോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞല്ല. അല്ല, ബെഹ്റയാണെന്നാണ് പറയുന്നതാണോ? ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടതാണ് നമ്മൾ കണ്ടത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വൈകുന്നു, തീരുമാനമാകുന്നില്ല, അവർ പ്രചരണ രംഗത്ത് പിന്നോട്ട് പോകുന്നു എന്ന ആക്ഷേപം നേരിടുകയാണ്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ അല്പം ആഹ്ലാദം നമുക്ക് കാണാം. കെ സുധാകരന്റെ മുഖത്തും ആ ആഹ്ലാദമുണ്ട്. സ്ഥാനാർത്ഥികളായിരിക്കുന്നു, ഒരു മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ കേരളത്തിൽ അവർക്ക് പുറത്തിറക്കാനായിരിക്കുന്നു എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. കടുത്ത മത്സരം സാധ്യമായ എല്ലായിടത്തും അവർക്ക് ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം, അതിനാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കടുത്ത മത്സരം ഉറപ്പുവരുത്താൻ ആയിട്ടുണ്ട് എന്നതാണ് അവരുടെ ആത്മവിശ്വാസം. ഏതായാലും കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വി വിനോദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വിനോദ്,
കോൺഗ്രസ് ക്യാമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ വൈകുന്നു എന്നതായിരുന്നു ഇതുവരെ അവർ നേരിട്ടിരുന്ന ഒരു വെല്ലുവിളി. എന്തായാലും സമവാക്യങ്ങളൊക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടാനായിരിക്കുന്നു. സാധ്യമായ എല്ലായിടത്തും ഏറ്റവും കടുത്ത മത്സരം ഉറപ്പുവരുത്താനാകുന്ന ആളുകളെ നിർത്തിയിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ബി ജെ പിയെ 3ാം സ്ഥാനത്തെത്തിക്കുമെന്നതാണ് കെ മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത്. ബി ജെ പിക്കെതിരെ ഏറ്റവും മുമ്പിൽ നിന്ന് പോരാട്ടം നയിക്കുന്നു എന്നൊരു പ്രതീതി വരുത്താനാണോ കോൺഗ്രസ് ക്യാമ്പ് ശ്രമിക്കുന്നത്? രേണുക, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു അവസരമോ അല്ലെങ്കിൽ സാഹചര്യമോ ആയി വിലയിരുത്താം. ഇപ്പോൾ കെ കരുണാകരൻ ഫാക്ടർ അത് വലിയ തോതിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം തന്നെ ലീഡർ കെ കരുണാകരന്റെ ചിത്രം പതിച്ച് നരേന്ദ്രമോദിക്കൊപ്പം വെച്ചു എന്നതിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസുകാർ തല്ലി തകർത്തു. ആ തരത്തിൽ ഒരു പൊതുവിൽ വികാരം ഉയർത്തിക്കൊണ്ടുവരും. മാത്രവുമല്ല, രേണുക ഇപ്പോൾ പറഞ്ഞതുപോലെ കെ മുരളീധരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്, പാർട്ടി എപ്പോഴാണോ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അപ്പോഴെല്ലാം താൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് നേമത്തെ തെരഞ്ഞെടുപ്പാകട്ടെ, വടകരയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോഴാകട്ടെ, വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പാകട്ടെ, ആ നിലയ്ക്ക് പാർട്ടി പറയുന്ന സമയത്തെല്ലാം പാർട്ടി പറയുന്ന ഇടങ്ങളിൽ താൻ മത്സരിച്ചിട്ടുണ്ട്. നേമത്ത് വി ശിവൻകുട്ടി ജയിച്ചു, അദ്ദേഹം മന്ത്രിയായി, ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ ബിജെപി തോറ്റതിന് ഒരു ഘടകമായി വിലയിരുത്തപ്പെടുന്നത് മുരളീധരന്റെ കടന്നുവരവ് തന്നെയാണ്. അദ്ദേഹം സമാഹരിച്ച വോട്ടുകൾ തന്നെയാണ് ബിജെപിയെ പരാജയപ്പെടുത്തിയത് എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതായത് ജയിച്ചത് മാത്രമല്ല, പരാജയപ്പെട്ടതും ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇടയാക്കി എന്ന വിലയിരുത്തൽ. എല്ലാ കാലവും വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള നേതാവാണ് കെ മുരളീധരൻ. കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, അവർ A+ മണ്ഡലമായി ബിജെപി കാണുന്ന സീറ്റുകളുണ്ട്, അവിടെ അക്കൗണ്ട് തുറക്കാതിരിക്കുക, അതിനുവേണ്ടിയുള്ള ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളീധരൻ തൃശൂരേക്ക് വരുന്നത്. അപ്രതീക്ഷിതമാണ്. TN പ്രതാപൻ സ്ഥാനാർത്ഥിയാകും. അവിടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തു, ചുവരെഴുത്തുകൾ ആരംഭിച്ചു. ബിജെപിയെ സംബന്ധിച്ച് നേരിടേണ്ടത് സുനിൽകുമാറിനെയും TN പ്രതാപനെയുമായിരുന്നു. സിറ്റിംഗ് MP എന്ന നിലയിൽ കുറേയധികം TN പ്രതാപനെതിരെ എതിർപ്പുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. പക്ഷേ മുരളീധരൻ വരുമ്പോൾ അത് TN പ്രതാപൻ, മുരളീധരൻ രണ്ടുപേരുടെയും പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് ലീഡർ കെ കരുണാകരൻ ഒരു അദൃശ്യ ശക്തിയായി തൃശൂരേക്ക് വന്നിറങ്ങുകയാണ്. അതുതന്നെയാണ് BJPയുടെ സാധ്യതകൾക്ക് അതിനു മുന്നിൽ ചോദ്യമായി മാറുന്നത്. സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ വലിയ പോരാട്ടം നടത്തണം, ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാകണം. ആ തരത്തിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയണം. BJPയിലേക്ക് പത്മജ വേണുഗോപാൽ വന്നത് മറ്റിടങ്ങളിൽ വലിയ ആഘോഷവും ആവേശവുമാകുമ്പോൾ തൃശൂരിൽ ഒരുപക്ഷെ അത് നേരെ വിപരീതമായ ഫലമുണ്ടാക്കുമെന്ന ആശങ്ക BJP നേതാക്കൾ തന്നെ ചിലരെങ്കിലും പങ്കുവയ്ക്കുന്നുമുണ്ട്. VS സുനിൽകുമാർ ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തനായ ഒരു മുഖമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നപ്പോൾ തീപ്പൊരി പ്രസംഗങ്ങളും പ്രവർത്തനവും നടത്തിയ നേതാവാണ്. ജനകീയനാണ്. നമ്മൾ കണ്ടതാണ് സുനിൽകുമാറിന്റെ ഓരോ പ്രചരണവും ചെല്ലുന്ന ഇടങ്ങളിലൊക്കെയും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ ഔസഫ് ബച്ചൻ അദ്ദേഹം സുനിൽകുമാറിനെ കുറിച്ചൊക്കെയും പറയുന്നത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് സുനിൽകുമാർ ജനകീയ മുഖമാണ്. അദ്ദേഹത്തിന് വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ. ഏതായിരുന്നാലും തൃശൂർ പ്രവചനാതീതമായി മാറുന്നു എന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി തൃശൂർ മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ TN പ്രതാപൻ ഒഴികെ ബാക്കി സിറ്റിംഗ് MPമാരെല്ലാം മത്സരിക്കുന്നുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നുണ്ട്. കരുത്തനായ നേതാവാണ്, സിറ്റിംഗ് MP ആണ്. അതോടൊപ്പം തന്നെയാണ് KC വേണുഗോപാലിന്റെ കടന്നുവരവ്. കഴിഞ്ഞ തവണ ആരിഫ് മാത്രം ജയിച്ച ഒരു ഇടമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം ആലപ്പുഴയിൽ മാത്രമാണ് ആരിഫിന് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. അവിടെയാണ് KC വേണുഗോപാൽ എത്തുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനാണ്. രാഹുൽ ഗാന്ധിയുമായി ഒപ്പം ചേർന്ന് തന്നെയാണ് ഭാരത് ജോഡോ യാത്രയൊക്കെ രാഹുൽ ഗാന്ധി നയിക്കുമ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന നേതാവാണ്. പല സംസ്ഥാനങ്ങളിലും ചർച്ചകൾക്ക് പോകുന്നത്. തെലങ്കാനയിലൊക്കെയും വിജയവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ ഇടപെടലിനെ കുറിച്ച് വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ
പേരും അദ്ദേഹത്തിന്റെ ഇടപെടലും ഒക്കെയും KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. അവിടെയും വലിയ പോരാട്ടം തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മറ്റിടങ്ങളിലെല്ലാം സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശശി തരൂർ തിരുവനന്തപുരത്തും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെ അങ്ങേയറ്റം മുതൽ ഈ തെക്ക് അറ്റം വരെ സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കുന്നു. പ്രതാപൻ ഒഴികെ വലിയ പോരാട്ടവും വലിയ ആത്മവിശ്വാസവും തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നതും പ്രകടിപ്പിക്കുന്നതും. തീർച്ചയായും ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒക്കെ വരുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തൃശൂരാണ് ഏറ്റവും ആകാംക്ഷയോടെ ആളുകൾ നോക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നത്. കെ മുരളീധരൻ ഇന്ന് അവിടെ പ്രചാരണം ആരംഭിക്കുകയാണ്. രാവിലെ എത്തുന്ന കെ മുരളീധരന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകുക. കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം 10:30 പ്രചാരണങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം. നഗരത്തിലെ റോഡ് ഷോയോടെയാണ് കെ മുരളീധരന്റെ പ്രചാരണത്തിന് തുടക്കമാവുക. CV അനുമോദ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. അനുമോദ്, പത്മജ BJP-യിലേക്ക് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി കെ മുരളീധരൻ അവിടേക്ക് എത്തുന്നത്. വലിയ സ്വീകരണം ഒരുക്കാൻ പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് BJP പ്രവർത്തകർ പത്മജയ്ക്ക് വലിയ സ്വീകരണം നൽകിയപ്പോൾ അതിനെ വെല്ലുന്ന സ്വീകരണത്തോടുകൂടി തൃശൂർ മണ്ഡലത്തിലേക്ക് കെ മുരളീധരനെ സ്വീകരിക്കാനാണ് പ്രവർത്തകർ ഒരുങ്ങുന്നതെന്ന് അറിയുന്നു. എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയുന്നത്? കെ മുരളീധരന്റെ കടന്നുവരവോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തൃശൂരിൽ ആകെ മാറിയിരിക്കുകയാണ്. LDF വേഴ്സസ് UDF എന്ന തരത്തിലേക്ക് പ്രാഥമികമായിട്ട് തന്നെ മത്സരം മാറുന്നതിന്റെ സൂചനകളാണ് കെ മുരളീധരന്റെ കടന്നുവരവ് നൽകുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ പത്മജയുടെ BJP പ്രവേശനം മറ്റിടങ്ങളിലൊക്കെ BJP ആഘോഷിക്കുമ്പോൾ തൃശ്ശൂരിൽ അത് അത്രത്തോളം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല BJP പ്രവർത്തകർ. നമ്മളന്ന് ഈ ഒരു പ്രവേശനം ഉണ്ടായ സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അദ്ദേഹം പ്രതികരിക്കുന്നേയില്ല എന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതായത് തൃശ്ശൂരിൽ പത്മജയുടെ ഈ BJPക്കുള്ള ചൂടുമാറ്റം കോൺഗ്രസിന് കുറെ കൂടി കരുത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന ഒരു പൊതുവികാരമാണ് ഉള്ളത്. കാരണം തൃശ്ശൂരുകാർ കാലങ്ങളായിട്ട് അറിയാം കെ കരുണാകരന്റെ തട്ടകം, കെ കരുണാകരനെ സ്നേഹിക്കുന്ന വ്യക്തികൾ, അദ്ദേഹത്തിന്റെ ജാതി മതഭേദമില്ലാതെ എല്ലാ മേഖലകളിലുള്ള സ്വീകാര്യത, ഈ ഘടകങ്ങളൊക്കെ കെ മുരളീധരൻ കടന്നു വരുമ്പോൾ കെ മുരളീധരന് തുണയാകുന്ന ഒരു വിലയിരുത്തൽ ആണ് പൊതുവെ ഉള്ളത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ഒരു അദ്ദേഹത്തിന്റെ സ്വീകരണ ചടങ്ങ് തന്നെ കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ അവരുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു ചടങ്ങാക്കി മാറ്റുകയാണ്. കെ മുരളീധരന്റെ കടന്നുവരവോടെ കോൺഗ്രസിന്റെ താഴെ തട്ട് മുതൽ അണികളിൽ പുതിയ ഊർജം വന്നിട്ടുണ്ട്. മേഖലകളിലൊക്കെ തന്നെ നേരത്തെ TN പ്രതാപനായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഊർജത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പോരാട്ടത്തിനാണ് തൃശ്ശൂരിൽ അരങ്ങൊരുങ്ങുന്നത്. നേരത്തെ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നൊരു മേൽക്കൈ, അത് പല മേഖലകളിലും ഉണ്ടായിരുന്ന മേൽക്കൈ ഇനിയിപ്പോൾ കെ മുരളീധരന്റെ കടന്നുവരവോടെ എത്രത്തോളം നിലനിർത്താൻ കഴിയുമെന്നാണ് കണ്ടറിയേണ്ടത്. കാരണം അത് തന്നെയാണ് ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ. ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞത് കൂടുതൽ ഗംഭീരമാകും പ്രകടനം, മത്സരം എന്നതൊക്കെയാണ് സുരേഷ് ഗോപി അവകാശപ്പെട്ടത്. ശിവരാത്രി ദിനമായിരുന്നു ഇന്നലെ. ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നു സുരേഷ് ഗോപി. ക്ഷേത്ര ദർശനത്തിന് സുരേഷ് ഗോപി എത്തുമ്പോൾ ചെങ്കടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ച LDF പ്രവർത്തകർ പ്രതിഷേധിച്ചു എന്നല്ല, അവർ ചെങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. തിരുമംഗലം ക്ഷേത്ര ദർശനത്തിനിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. LDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെ BJP പ്രവർത്തകരും മുദ്രാവാക്യങ്ങൾ ഉയർത്തി. തുടർന്ന് പ്രവർത്തകരോടൊപ്പം ഡാൻസ് ചെയ്തായിരുന്നു സുരേഷ് ഗോപി അതിനോട് പ്രതികരിച്ചത്. എന്തായാലും ഡാൻസ് ചെയ്താണ് സുരേഷ് ഗോപിയുടെ മറുപടി. തൃശൂർ മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പ്രചരണം തുടങ്ങുന്നതിന് മുന്നോടിയായി ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മാധ്യമങ്ങളെ കാണും.
ജി ശ്രീജിത്ത് അവിടെ വിവരങ്ങളുമായുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് പ്രചാരണ പരിപാടികൾ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, മറ്റ് നേതാക്കളും ഈ രീതിയിൽ തന്നെ പ്രചരണം തുടങ്ങാനുള്ള സാധ്യതയുണ്ടോ? ശ്രീജിത്ത്, കേൾക്കാമോ? ശരി, എന്തായാലും പ്രചരണ പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് പരസ്യ പ്രചരണം ആരംഭിക്കാൻ ഇരിക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, നമ്മൾ തൃശ്ശൂരിലെ വിശേഷങ്ങളാണ് പറഞ്ഞു വന്നത്. സുരേഷ് ഗോപി മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ഡാൻസ് കളിച്ച് കളം പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുരളി കൂടി എത്തിയാൽ ഗംഭീരമാകും അവിടുത്തെ മത്സരം എന്ന് സുരേഷ് ഗോപി അവകാശപ്പെടുന്നുണ്ട്. BJP ക്യാമ്പ് എങ്ങനെയാണ് മുരളിയുടെ പ്രവേശനത്തെ കാണുന്നത്? പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ സ്ട്രോങ് ഹോൾഡിലേക്ക് കൂടുതൽ എത്താൻ ഉള്ള നീക്കങ്ങളാണോ അവർ നടത്തുന്നത്? രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ BJP ക്യാമ്പിൽ നിന്ന് പറയാനുള്ളത്. ഒന്ന് സുരേഷ് ഗോപിയെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയും സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുമൊക്കെ വലിയ തോതിൽ പലതും പ്രകോപനങ്ങളും അതേപോലെ സാമൂഹ്യ മാധ്യമ വിമർശനം ഉയർത്തിയ സാഹചര്യമുണ്ട്. ഇത്തവണ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വലിയ നിയന്ത്രണം സ്വയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധിച്ച് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. വോട്ട് ചോദിക്കുമ്പോൾ പോലും ഒരു ശ്രദ്ധ പുലർത്തണം. അതായത് തന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നാളെ തനിക്കെതിരെ ആയുധമാവാനുള്ള സാധ്യതയുണ്ട് എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പഠിച്ച് അദ്ദേഹം അതിനനുസരിച്ചുള്ള പ്രചരണം നടത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. മുൻപ് പ്രകോപിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പ്രകോപിതനായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ വിവാദങ്ങളാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വയം നിയന്ത്രിച്ചുള്ള ഒരു പ്രചരണം, വോട്ടർമാരോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലാതെ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളിലും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തവണ കണ്ട ഏറ്റവും വലിയ ഒരു മാറ്റം. അത് BJPയെ സംബന്ധിച്ച് ഗുണകരമായ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് TN പ്രതാപനാണെങ്കിൽ അത് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയേനെ എന്ന് BJP വിലയിരുത്തിയിരുന്നു. കാരണം സുരേഷ് ഗോപിയുടെ പ്രചരണത്തിലെല്ലാം തന്നെ അദ്ദേഹം വോട്ടർമാരോട് പറഞ്ഞിരുന്നത് കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്യാത്തൊരു MP ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് മനസ്സിലാക്കി നിങ്ങൾ വോട്ട് ചെയ്യുക എന്നത്. അതായത് പ്രതാപൻ ഇവിടെ നിഷ്ക്രിയനായിരുന്നു എന്ന വിമർശനമാണ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിൽ വ്യാപകമായിട്ട് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ ആ ഒരു ശൈലി മാറ്റേണ്ട സാഹചര്യം. രണ്ടാമതായിട്ട് നമുക്കറിയാം, സുരേഷ് ഗോപിക്ക് സാമുദായികമായിട്ട് ഇവിടെ ഉണ്ടാകാമായിരുന്ന ഒരു മേൽക്കൈ, പല മേഖലകളിലും ഉണ്ടാകാമായിരുന്ന ഒരു മേൽക്കൈ മുരളീധരന്റെ കടന്നുവരവോടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക മേഖലകളിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെയും മറ്റേ വോട്ടിംഗ് ബാങ്കിന്റെയും ഒക്കെ ഒരു ഘടന, അത് സുരേഷ് ഗോപിക്ക് TN പ്രതാപനാണെങ്കിൽ ഗുണം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുകയായിരുന്നു എന്നാണ് BJP വിലയിരുത്തുന്നത്. ഇതിപ്പോൾ മുരളീധരന്റെ ആ വരവ് ഇതൊക്കെ തന്നെ ഈ കണക്കുകൂട്ടലൊക്കെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ BJP ക്യാമ്പാണ് ഈ മുരളീധരന്റെ കടന്നുവരവോടെ ശരിക്കും ഷോക്ക്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ട്, ശൈലി മാറ്റേണ്ടതുണ്ട്. എന്നാണെങ്കിലും കടുത്ത ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ മുരളീധരന്റെ കടന്നുവരവോടെ BJP അപ്രസക്തമാകുമോ എന്ന ആശങ്ക BJP ക്യാമ്പിന് ഉയരുന്നുമുണ്ട്. ശരി, എന്തായാലും തൃശൂർ പിടിക്കാൻ തയ്യാറെന്നാണ് മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത്. പാർട്ടി നൽകിയ ദൌത്യം ഏറ്റെടുക്കുകയാണ്. BJPയെ 3ാം സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം. BJPക്ക് ഇടം നൽകുക എന്നതാണ് CPM ലക്ഷ്യം എന്നത് MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നു. കരുണാകരൻ കോൺഗ്രസിന്റെ സ്വത്താണ്, അതിനെ സംഘി പതാക പുതപ്പിക്കാൻ അനുവദിക്കില്ല എന്നും മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്കാണ് വണ്ടി കയറിയതെങ്കിൽ ഇത്തവണ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ട്രെയിൻ കയറാനാണ് പുതിയ നിയോഗം. എങ്ങനെ കാണുന്നു പുതിയ പാർട്ടി ഏൽപ്പിച്ച ദൗത്യത്തെ? പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം അനുസരിക്കുക, അതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വന്നതും നാളെ വടകരയിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്നു. പാർട്ടി നയങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെടുത്താൻ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ
തീർച്ചയായിട്ടും അനുസരിക്കുക. അതാണ് എൻ്റെ ചുമതല. BJPയുടെ A+ മണ്ഡലം, BJP വിജയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം, നിരവധി നാളുകളായി സുരേഷ് ഗോപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടം, ആ ഇടത്തേക്കാണ് ഒരു പുതിയ മത്സരം അല്ലെങ്കിൽ സർപ്രൈസ് എൻട്രി താങ്കൾ പോകുന്നത്? അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. BJPയെ 3ാം സ്ഥാനത്തേക്ക് അയക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മണ്ണിൽ സംഘികൾക്ക് സ്ഥാനമില്ല എന്ന് ഈ ഇലക്ഷനോടെ തെളിയിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഈ പെട്ടെന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണോ താങ്കളെ ഈ ഒരു ദൗത്യത്തിനായി നിയോഗിക്കാനുള്ളത്? പ്രത്യേകിച്ചും ഈ സഹോദരിയുടെ പാർട്ടി മാറ്റമൊക്കെ ഘടകമായി. സഹോദരിയുടെ പാർട്ടി മാറ്റമല്ല, കോൺഗ്രസ് ആണ് BJPയെ നേരിടാൻ കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കരുത്തുള്ള പ്രസ്ഥാനം. ആ ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് LDFും BJPയും തമ്മിലാണ് കേരളത്തിൽ മത്സരം. അങ്ങനെ ഒരു മത്സരം കേരളത്തിലുണ്ട് എന്ന് താങ്കൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, അതിൽ നിന്ന് തന്നെ CPMന്റെ മനോഭാവം മനസ്സിലായല്ലോ. അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് ഉൾപ്പെടെ കോൺഗ്രസും CPM സഖ്യത്തിലാണ്. ത്രിപുരയിൽ കോൺഗ്രസും CPMുമായിട്ടുള്ള സഖ്യം അവിടെ രണ്ട് സീറ്റ്, ഒന്ന് കോൺഗ്രസ് ഒന്ന് CPM. അപ്പോൾ ഇവിടെ ഞങ്ങളും BJP ആയിട്ടാണ് മത്സരം എന്ന് പറയുമ്പോൾ BJPക്ക് ഇടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. അത് ഗോവിന്ദ മാഷ് അറിയാണ്ട് വായിന്ന് വന്നുപോയി. ഇപ്പോൾ MS അനീഷ് കുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇന്നലെ അനീഷിനോട് സംസാരിക്കുമ്പോഴാണ് K മുരളീധരൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. BJPയെ നേരിടാൻ ശക്തർ ഞങ്ങളാണ്, മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളാണ്. അതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതാണോ മുരളീധരനുമായി സംസാരിച്ചപ്പോൾ തോന്നിയത്? MP ഗോവിന്ദന്റെ പ്രസ്താവന, ഒപ്പം തന്നെ EP ജയരാജൻ BJPയുമായിട്ടാണ് ഞങ്ങളുടെ മത്സരം പലയിടങ്ങളിലും എന്ന് പറഞ്ഞത്, അതൊക്കെ ഉയർത്തി BJPക്ക് അനാവശ്യ സ്പേസ് CPM നൽകുന്നു, ഇടതുപക്ഷം നൽകുന്നു എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ അതിലൂന്നിയായിരിക്കുമോ പ്രചരണം? തീർച്ചയായും നേരത്തെ മുതൽ തന്നെ കോൺഗ്രസിൽ BJP വിരുദ്ധ നിലപാടുകൾ ഏറ്റവും ശക്തമായി സ്വീകരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് K മുരളീധരൻ. ഇപ്പോൾ മറ്റൊരു കാരണം കൂടി ആ വിരോധത്തിന് പിന്നിലുണ്ട്. കാരണം സ്വന്തം സഹോദരി കരുണാകരന്റെ മകളെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ്, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് നടത്തിയെടുത്ത് വലിയൊരു ഷോക്ക് കോൺഗ്രസിന് BJP നൽകിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ പോരാട്ടം നടത്താൻ BJPക്ക് അവർ വിജയിക്കുമെന്ന് കരുതുന്ന അവരുടെ ഏറ്റവും വിജയപ്രതീക്ഷയുള്ള A+ മണ്ഡലത്തിൽ പോയി നേരിടാൻ താൻ സജ്ജമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സിറ്റിംഗ് MP 5 വർഷം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റുമ്പോഴൊക്കെ ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങേയറ്റം ആവേശത്തോടുകൂടി തൃശ്ശൂരിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം അന്നും BJPയെ നേരിടുക അല്ലെങ്കിൽ BJPയുടെ തോൽവിക്ക് കാരണമാവുക എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പല മത്സരങ്ങളും ഉണ്ടായിരുന്നത്. എന്തായാലും BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം CPM നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ BJPയും CPMും തമ്മിലാണ് പല മണ്ഡലങ്ങളിലും മത്സരമെന്ന് പറയുമ്പോൾ ആ വാക്കുകൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് നല്ല ബോധ്യം കോൺഗ്രസിനുണ്ട്, പ്രത്യേകിച്ചും K മുരളീധരനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളൊരു സമീപനം സ്വീകരിക്കും. വിജയം ഉണ്ടാവുക, ഒപ്പം BJPയെ തൃശ്ശൂരിലടക്കം 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുക എന്ന രീതിയിൽ തന്നെയാവും അദ്ദേഹത്തിന്റെ ാണ് ലക്ഷ്യമെന്നതാണ് K മുരളീധരൻ പറയുന്നത്. K മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ വടകരയിലേക്ക് എത്തുന്നത് ഷാഫി പറമ്പിലാണ്. വടകരയിലെ വോട്ടർമാർ തന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസമാണ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടിയാണ് എല്ലാ പദവിയിലേക്കും പിടിച്ചുയർത്തിയത്, പാർട്ടി നൽകുന്ന ദൌത്യം നിറവേറ്റും എന്നതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഇപ്പോൾ S വിനേഷ് കുമാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനേഷ്, ഷാഫി പറമ്പിൽ ഇന്ന് തന്നെ പ്രചരണം തുടങ്ങുമോ? ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഷാഫി പറമ്പിന് അതിനോട് ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് നേതൃത്വത്തെ അറിയിച്ചു. അതൊക്കെയാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാൻ പോലും കാരണമായത്. ഇപ്പോൾ ഏതൊക്കെ നിലയിലാണ് ഷാഫി പറമ്പിലിനെ കാര്യങ്ങൾ പറഞ്ഞ് നേതൃത്വം അനുനയിപ്പിച്ചിട്ടുള്ളത്? ഇപ്പോൾ അദ്ദേഹം ഏത് നിലയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്? രേണുക, ഷാഫി ഇപ്പോൾ പാലക്കാടില്ല. ഇന്നലെ രാത്രിയിൽ കോട്ടയത്തേക്ക് പോയിരിക്കുകയാണ്. കോട്ടയത്ത് പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കളർപ്പിച്ച ശേഷമായിരിക്കും ഇന്ന് പാലക്കാട്ടേക്ക് എത്തും. പാലക്കാട്ടേക്ക് വരില്ല, പകരം അദ്ദേഹത്തിന്റെ ജന്മവീടായ പട്ടാമ്പിക്കാണ് പോവുക. പട്ടാമ്പിക്ക് പോയ ശേഷം നാളെയാണ്
കോഴിക്കോട്ടേക്ക് മടങ്ങുക. കുടുംബത്തിൻ്റെ കൂടെ നിന്ന ശേഷം നാളെ വടകരയ്ക്ക് മടങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഷാഫിയുടെ ഒരു അഭാവം അല്ലെങ്കിൽ അത് ആ പ്രവർത്തകർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉടലെടുത്തിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ഷാഫി ഇതിനോട് എതിർപ്പായിരുന്നു, അതൃപ്തിയായിരുന്നു അറിയിച്ചിരുന്നത്. അതായത് തനിക്ക് താല്പര്യമില്ല, വടകരയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു ഷാഫി നേതൃത്വത്തെ അറിയിച്ചത്. തുടർന്ന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഷാഫിയെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും ഷാഫിയുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒടുവിൽ ഷാഫി സമ്മതിക്കുകയാണ് ഉണ്ടായത്. വടകര മണ്ഡലത്തിൽ ജനവിധി തേടാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 തവണയും ഷാഫി ഇവിടെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഇവിടെ വിജയിക്കുന്നത്. കാരണം യൂത്തിനിടയിൽ തന്നെ വലിയൊരു സ്വാധീനം ഷാഫിക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ നഗരത്തിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലം BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ മെട്രോമാൻ ഈ ശ്രീധരനെയാണ് മുഖാമുഖം വലിയ ഏറ്റുമുട്ടലിന് ശേഷമാണ് ഷാഫി പരാജയപ്പെടുത്തിയത്. തൊട്ടു മുമ്പ് ശോഭാ സുരേന്ദ്രനാണ്, അതിനു മുമ്പ് LDF സ്ഥാനാർത്ഥിയായിരുന്ന ദിവാകരനായിരുന്നു. ഇവരെല്ലാം തന്നെ ഇവിടെ ശക്തരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇടതുപക്ഷത്തിനും ഒപ്പം തന്നെ പിന്നീട് BJPക്കും വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് ജയിച്ചു കയറിയ ആളെന്നതുകൊണ്ട് തന്നെ ഷാഫിയുടെ ഒരു പ്രത്യേകത, ഷാഫിക്ക് അതനുസരിച്ച് ഷാഫിക്ക് പാർട്ടിയിലും സ്വാധീനമുണ്ട്, ഒപ്പം തന്നെ യൂത്തിനിടയിലും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു മുസ്ലിം വോട്ടുകൾക്ക് അപ്പുറം ഇപ്പോൾ കൽപ്പാത്തി പോലുള്ള സ്ഥലങ്ങളിലെ അഗ്രഹാരങ്ങളിലെ ബ്രാഹ്മൺ ബെൽറ്റുകളിലും ഷാഫിക്ക് നല്ലൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസുമായാണ് ഷാഫി വടകരയ്ക്ക് തിരിക്കുന്നത്. സ്വാഭാവികമായും വടകരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. കാരണം ശക്തമായൊരു മത്സരം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുക. എന്നാലും ഷാഫി തിരിച്ചു വന്ന് ഇപ്പം ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്തെല്ലാം തന്നെ ഷാഫി പറയുന്നത്, ഇടവേളകളിൽ താൻ എന്തായാലും തന്റെ നാട് പാലക്കാടാണ്, താൻ പാലക്കാട് നിന്ന് വളർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ പാലക്കാടിനെ ഒരിക്കലും തനിക്ക് കൈയൊഴിയാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഷാഫി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഷാഫിക്ക് ശേഷം പാലക്കാട് മണ്ഡലത്തിന്റെ അവസ്ഥ എന്താവും എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ അവിടെ BJPക്ക് വലിയൊരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായിട്ടുണ്ട്. ഏതായാലും ഷാഫി ഇല്ലാത്ത പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് എന്തായാലും അവരുടെ സഹപ്രവർത്തകർക്കുൾപ്പെടെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഷാഫി പാലക്കാട് തന്നെ നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പല ആളുകളും പറയുന്നത്. പക്ഷേ അവരൊന്നും തന്നെ തുറന്നു പറയാൻ യൂത്ത് കോൺഗ്രസിലെയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തായാലും ഇന്ന് വടകരയിലേക്ക് ഇല്ല ഷാഫി പറമ്പിൽ എന്നതാണ് സൂചിപ്പിച്ചത്. നാളെ മാത്രമായിരിക്കും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മണ്ഡലത്തിലേക്ക് എത്തുക. ആറ്റിങ്ങലിൽ വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അടൂർ പ്രകാശ്. എതിർ സ്ഥാനാർത്ഥികൾ ശക്തന്മാരാണെന്നും അവരോട് മത്സരിച്ച ആറ്റിങ്ങലിൽ കോൺഗ്രസിന് വേണ്ടി വിജയം നേടുകയാണ് തന്റെ ലക്ഷ്യമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഏറെ സന്തോഷമുണ്ട്. പാർട്ടി എന്നെ 2ാം തവണയും ആറ്റിങ്ങൽ മത്സരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലും പാർട്ടി എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കോന്നിയിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് വരാൻ വഴിയൊരുക്കിയത്. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആറ്റിങ്ങലിലെ ജനങ്ങൾ എനിക്ക് അനുകൂലമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 വർഷക്കാലം ആറ്റിങ്ങലിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളോടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. ജയസാധ്യത മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. പരമാവധി സീറ്റ് നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളായ ഭൂപേഷ് ഭാഗേലിനെയും താമ്രധ്വജ് സാഹുവിനെയും മത്സര രംഗത്ത് കൊണ്ടുവന്നതെന്നും സിറ്റിംഗ് MPമാർക്ക് അവസരം നൽകിയതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ലോക്സഭയിലെ പരമാവധി കോൺഗ്രസിന്റെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് മോഡിക്കെതിരായിട്ടുള്ള ശക്തമായ വെല്ലുവിളി ഉയർത്തി ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതാണ് പാർട്ടി മുൻഗണന കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സീറ്റും നിർണായകമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു നഷ്ടപ്പെട്ട ഒരു സീറ്റ് തിരിച്ചെടുക്കാനുള്ള പരിപൂർണമായ പരിശ്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിനിടയിലാണ് പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ വേവലാതിക്ക് ആവശ്യമില്ല. എന്തായാലും ഇപ്പോൾ
കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളിലേക്ക് എത്തുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ജി ശ്രീജിത്ത് അവിടെ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, കരുണാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാണ്. അദ്ദേഹത്തിന്റെ ലെഗസി അവകാശപ്പെടാൻ ഉള്ള ഒരു തർക്കം പോലെ നമുക്ക് കാണാം. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം. അതുകൊണ്ട് തന്നെ നേതാക്കൾ അവിടേക്ക് എത്തുന്നു. ഷാഫി പറമ്പിലും അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മണ്ഡലത്തിലേക്ക് തിരിക്കുക എന്നാണ് അറിയുന്നത്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രാവിലെ ആന്റോ ആന്റണിയാണ് ആദ്യം എത്തിയത്. അതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് എത്തി. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തുക. കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ചൂണ്ടിക്കാണിച്ചത് ഈ 89-ലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നിൽക്കുമ്പോൾ തനിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ സീറ്റ് തന്നെ നൽകിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സമയത്ത് കൃത്യമായാണോ പ്രവർത്തനം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ഓരോ നിരീക്ഷണം ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് തങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആന്റോ ആന്റണി അടക്കമുള്ള നേരത്തെ എ ഗ്രൂപ്പിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം വളരെ പ്രിയപ്പെട്ടൊരു നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ കല്ലറയിലെത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങും മുൻപ് ആദ്യം തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ആന്റോ ആന്റണിയും ഇവിടേക്ക് എത്തുന്നു. കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. രേണുക, തീർച്ചയായും എന്തായാലും ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിലേക്കുള്ള വരവ് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വാർത്തകൾ, അതിന്റെ ദൃശ്യങ്ങൾ, റോഡ് ഷോയോടുകൂടിയാണ് പലരും പ്രചരണം തുടങ്ങുക. അതിന്റെ തന്നെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. നിന്ന് നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല എന്നും ഹൈബിയുടെ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം തുടരുന്നു. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക്. പാകിസ്ഥാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. ആസിഫ് അലി സർദാരി അടുത്ത രാഷ്ട്രപതിയാകും. 5 ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ്. ഇന്ന് പകൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരളത്തിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തം. LDF, UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായി. NDAയിൽ BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ഇനി പ്രചാരണം കൊഴുക്കും. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇന്ന് തൃശൂരിൽ. രാവിലെ 10:30 റോഡ് ഷോ. കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പ്രചാരണം തുടങ്ങും. തൃശൂർ പിടിക്കാൻ തയ്യാറാണെന്ന് K മുരളീധരൻ. BJPയെ 3ാം സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം. K കരുണാകരനെ സംഘിപതാക പുതപ്പിക്കാൻ അനുവദിക്കില്ലെന്നും മുരളീധരൻ. ജയസാധ്യത മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പരമാവധി സീറ്റ് നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ മത്സര രംഗത്ത് ഇറക്കിയതെന്നും KC. തന്നിൽ വിശ്വാസമർപ്പിച്ച് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകിയതിൽ സന്തോഷമുണ്ടെന്ന് ശശി തരൂർ MP. 15 വർഷമായി തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഇത്തവണയും തിരുവനന്തപുരത്തുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. ഇന്ന് BDJSന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മാവേലിക്കര, കോട്ടയം, ചാലക്കുടി, ഇടുക്കി സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് നിന്ന് ജനവിധി തേടും. NDAയുടെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കും.
ദേശീയ വാർത്തകളിലേക്ക് കൂടി പോയാൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒഡീഷയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബിജെപി. ബിജെഡിയുമായി ചർച്ച തുടരുന്നതിനിടെയാണ് ബിജെപിയുടെ പ്രഖ്യാപനം. നിയമസഭാ സീറ്റ് നിർണയത്തിൽ ബിജെഡി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ബിജെപിയുടെ നീക്കത്തിന് കാരണം. എന്നാൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച തുടരുമെന്ന് ബിജെഡി അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ TDP BJP ചർച്ച അവസാന ഘട്ടത്തിലാണ്. രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ഈ ചർച്ച ധാരണയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒഡീഷയിൽ എന്താണ് ബിജെപിയുടെ നീക്കം? രാഗേഷ്. രേണുക, 2009 BJPയുമായുള്ള ബന്ധം BJD അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കന്ധമാൽ കലാപത്തിന് ശേഷം ഒറ്റയ്ക്കാണ് BJD ഒഡീഷയിൽ ഭരിച്ചിരുന്നത്. അതിനുശേഷമുള്ള തുടർച്ചയായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJD തന്നെ വിജയിച്ചു വന്നു. പക്ഷേ പലപ്പോഴായി രാജ്യസഭയിലടക്കം നിർണായക ഘട്ടത്തിൽ BJPയെ, കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമീപനം BJD സ്വീകരിക്കാറുണ്ട്. ഏതായാലും ഇത്തവണ സഖ്യമായി മത്സരിക്കാൻ രണ്ടു പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ചർച്ചകളിൽ ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സമൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ചർച്ചയുമില്ല, ഒറ്റയ്ക്ക് തന്നെ BJP സംസ്ഥാനത്ത് മത്സരിക്കുമെന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സീറ്റുമായി ബന്ധപ്പെട്ട് ഈ രണ്ടു പാർട്ടികൾക്കുമിടയിലുള്ള തർക്കമാണ്. കാരണം നേരത്തെ ഡൽഹിയിലെത്തി BJD നേതാക്കൾ BJP ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ലോക്സഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ BJPയും നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ BJDയും മത്സരിക്കുമെന്ന ധാരണയിലെത്തിയിരുന്നു. അതായത് 21 ലോക്സഭാ സീറ്റുകളിൽ 14 BJPയും 7 BJDയും മത്സരിക്കും. പകരം നിയമസഭാ സീറ്റുകളിൽ 100 മണ്ഡലങ്ങളിൽ BJD മത്സരിക്കും. പകരം 47 മണ്ഡലങ്ങളിൽ BJP മത്സരിക്കും. ഇതായിരുന്നു BJD മുന്നോട്ട് വെച്ചത്. പക്ഷേ 100 നിയമസഭാ സീറ്റുകൾ BJDക്ക് വിട്ടു നൽകുന്നതിനോട് യോജിപ്പില്ല BJPക്ക്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2009 മുമ്പ് ഏതായിരുന്നോ ഫോർമുല അത് നടപ്പാക്കണമെന്നാണ്. അന്ന് 84 സീറ്റുകളിൽ BJDയും 63 സീറ്റുകളിൽ BJPയുമാണ് മത്സരിച്ചിരുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ വരണം എന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നവീൻ പട്നായിക് ആ ആവശ്യം അംഗീകരിക്കുന്നില്ല. കാരണം ആരുടെയും പിന്തുണയില്ലാതെ കഴിഞ്ഞ കാലങ്ങളായി സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിയാണ് BJD. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യം തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബിജു ജനതാദൾ. കാരണം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 112 സീറ്റുകൾ അവർ ഒറ്റയ്ക്ക് നേടിയതാണ്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ BJPക്ക് വിട്ടു നൽകേണ്ടതില്ല എന്ന നിലപാടാണ്. ഇതാണ് ഏതായാലും BJPയുടെ സംസ്ഥാന ഘടകത്തെ പ്രകോപിപ്പിച്ചത്. അതാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പരാമർശത്തിലേക്ക് അല്ലെങ്കിൽ പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ BJP നേതൃത്വത്തെ തിരിച്ചിരിക്കുന്നത്. പക്ഷേ BJD നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന നേതൃത്വവുമായുള്ള ചർച്ച നടക്കുന്നത് കേന്ദ്ര നേതൃത്വവുമായാണ് ചർച്ച. ആ ചർച്ച ഇനിയും തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രേണുക. ശരി, രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മുൻ മുഖ്യമന്ത്രി നബാം തൂക്കിയുടെ രാജി. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഇന്നലെയാണ് തൂക്കി രാജിവെച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് തൂക്കി രാജിവെച്ചത് എന്നത് ആശങ്കയോടെയാണ് നേതൃത്വം കാണുന്നത്. 4 MLA-മാർ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിൽ നിന്ന് 3 MLA-മാർ കഴിഞ്ഞ ദിവസങ്ങളിലായി BJPയിൽ ചേർന്നിരുന്നു. ഇതോടെ കോൺഗ്രസിന്റെ ഏക MLA ആയിരുന്നു നബാം തൂക്കി. പ്രതിപക്ഷത്തെ ഏക MLA-യും നബാം തൂക്കിയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. കാസിരംഗ ദേശീയ ഉദ്യാനത്തിൽ സഫാരി നടത്തിയ ശേഷം ജോർഹട്ടിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി അസം ജനറലായിരുന്ന ലാചിത് ബോർപുക്കാന്റെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് 18,000 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. അരുണാചൽ പ്രദേശിലേക്കും തുടർന്ന് പ്രധാനമന്ത്രി പോകും. തവാങ്ങിലേക്കുള്ള തുരങ്കപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാകിസ്ഥാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. ആസിഫ് അലി സർദാരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് പാർട്ടിയുടെയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് സർദാരി. സഖ്യകക്ഷിയായ മുത്താഹിദ ഖ്വാമി മൂവ്മെന്റ് പാകിസ്ഥാൻ പാർട്ടിയും സർദാരിയെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. PMLN PDP സഖ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഷഹബാസിനെ പ്രധാനമന്ത്രിയായും സർദാരിയെ പ്രസിഡന്റായും തീരുമാനിച്ചത്. പത്മജ വേണുഗോപാൽ ഇന്ന് കൊച്ചിയിലെത്തും. BJPയിൽ അംഗത്വമെടുത്ത ശേഷം തലസ്ഥാനത്തെത്തിയ പത്മജ സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നു മുതൽ പ്രചരണ രംഗത്ത് സജീവമാകുമെന്നതിൽ തീരുമാനമായില്ലെങ്കിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്താൻ പത്മജ എത്തുമെന്നാണ് റിപ്പോർട്ട്.
പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടത് പാർട്ടിക്കുള്ളിലെ തർക്കം കാരണമല്ലെന്ന് ശശി തരൂർ. വ്യക്തിപരമായ താൽപര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് പലരും പാർട്ടി മാറുന്നത്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ബിജെപിയിൽ നിന്നും പലരും പാർട്ടി വിടുന്നുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. I have not seen any evidence of that. In every election, there's always been somebody leaving some party and going to some other party. That doesn't mean that that's conflict or confusion. It means that individuals have their own ambitions in politics and they want to pursue them elsewhere. I don't see that BJP is immune from that either. There are some people who left the BJP also and gone in other directions. These things happen. You can't talk about a huge trend like that. Certainly those of us in the Congress party for the last few years have seen opportunities to serve the people, and that's why we are in politics. That's what I'm doing in Thiruvananthapuram. I'm there to serve the people of my constituency. മണ്ഡലം തിരിച്ചുപിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനും സീറ്റ് നിലനിർത്താൻ രമ്യ ഹരിദാസും പോരാട്ടഭൂമിയിൽ സജീവമായതോടെ ആലത്തൂരിൽ പ്രചാരണം തീപാറും. ഇടത് ചാരി നിൽക്കുന്ന മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രമ്യ ഹരിദാസിന്റെ പടയൊരുക്കം. വിജയം സുനിശ്ചിതമെന്ന് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും അവകാശപ്പെടുന്നു. 2009-ലും 2014-ലും LDF-നൊപ്പം നിന്ന ആലത്തൂർ മണ്ഡലം 2019-ൽ UDF പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം രമ്യ ഹരിദാസിന്റെ പ്രവർത്തനം കോൺഗ്രസ് നേതൃത്വത്തിന് പോലും തൃപ്തികരമല്ലായിരുന്നു. ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM-ന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കഴിഞ്ഞ തവണ കൈവിട്ടത് മുന്നണിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രതിച്ഛായയുള്ള ഒരു നേതാവിനെ തന്നെ കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചപ്പോൾ നറുക്കു വീണത് മന്ത്രി കെ രാധാകൃഷ്ണന്. എന്നാൽ രമ്യ ഹരിദാസ് ഇതിനകം തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നാളിതുവരെ നമ്മൾ ജനപ്രതിനിധിയായിട്ട് മണ്ഡലത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അപ്പം പാർട്ടി പറഞ്ഞിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളുടെ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പാർട്ടിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് 2 DCC-കളാണല്ലോ, 2 ജില്ലയാണല്ലോ, പാലക്കാടും തൃശ്ശൂരും. അവരുടെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ്ങുകൾ അതും കൃത്യമായിട്ട് മുന്നണി സംവിധാനത്തിൽ അതും നടന്നു പോകുന്നു. ഞാൻ 100% ആത്മവിശ്വാസത്തോട് പറയുന്നു, ഇത്തവണ നേരിട്ടറിഞ്ഞ ഒരു രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ നേരിട്ടറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവരുടെ മുൻപിലേക്ക് പാർട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജനവിധി തേടുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. അമ്മമാരുടെ, കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ, കൊച്ചനുജത്തിമാരുടെ, അനുജന്മാരുടെ ഒക്കെ ഒരു വലിയ പിന്തുണ, ഒരു വലിയ ആത്മവിശ്വാസമായിട്ട് എൻ്റെ കൈമുതലായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. ആ ആത്മവിശ്വാസം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ കൈമുതലായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഇഫക്റ്റും ശബരിമല വിഷയവുമെല്ലാം ഉണ്ടാക്കിയ തിരിച്ചടിയാണ് മണ്ഡലം കൈവിടാൻ കാരണമെന്നും ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന നിശ്ചയദാർഢ്യവുമുണ്ട് LDF-ന്. 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2021-ലും വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, 2016-ൽ കേവലം 93 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് വന്നെങ്കിൽ 2021-ൽ 99 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ 19-ൽ തോറ്റു, ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും തോറ്റു. എന്നിട്ടും പെട്ടെന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വന്നു. അതുപോലെ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും തോൽവി സംഭവിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അത് സ്റ്റേറ്റിലാകെ ഉണ്ടായ ഒരു പ്രതികരണം നമ്മുടെ മണ്ഡലത്തിലുണ്ടായി. ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പോറൽ വെയിറ്റില്ല എന്ന് പിന്നീട് 2021-ലെ തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും തെളിയിച്ചിട്ടുണ്ട്. 2019 ശേഷം 2020 നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, അതിനുശേഷം നടന്ന 21-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും 2024-ൽ നടക്കുന്ന പാർലമെന്റിലേക്ക് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമ്മുടെ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോ നേതാക്കളോ മാത്രമല്ല, ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്ത് ഏകേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ആ ചിന്താശക്തി നഷ്ടപ്പെടാത്ത ആളുകളെല്ലാം ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ സജീവമായി കഴിഞ്ഞു. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം മണ്ഡലങ്ങളും ചേർന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. ചരിത്രപരമായി ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിൽ കൂടി ആർക്കും വിജയം എളുപ്പമല്ലാത്ത തരത്തിൽ പോരാട്ടം തീ പാറുക തന്നെ ചെയ്യും. അമിതമായ ആത്മവിശ്വാസമാണ് കഴിഞ്ഞ തവണ ആലത്തൂരിൽ ബിജുവിന് കാലിടറാൻ കാരണമായത്. എന്നാൽ ഇത്തവണ ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണൻ എത്തുമ്പോൾ
മറുഭാഗത്ത് ആത്മവിശ്വാസത്തോടെ രമ്യ ഹരിദാസുമുണ്ട്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 ആലത്തൂർ. ഒരിടവേള കൂടി. വടകരയിലെ വോട്ടർമാർ തന്നെ കൈവിടരുത് ഷാഫി പറമ്പിൽ. പാർട്ടിയാണ് എല്ലാ പദവിയിലേക്കും പിടിച്ചുയർത്തിയത്. പാർട്ടി നൽകുന്ന ദൌത്യം നിറവേറ്റും. വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം രാജ്യം ശക്തിപ്പെടുത്തുകയാണ് പ്രധാനം. കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന ഹൈബി ഈഡൻ MP. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന ടീമാണ്. രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല എന്നും ഹൈബി ഈഡൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം തുടരുന്നു. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക്. പാകിസ്ഥാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. ആസിഫ് അലി സർദാരി അടുത്ത രാഷ്ട്രപതിയാകും. 5 ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ്. ഇന്ന് പകൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരളത്തിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തം. LDF UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായി. NDAയിൽ BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ഇനി പ്രചാരണം കൊഴുക്കും. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇന്ന് തൃശൂരിൽ. രാവിലെ 10:30 റോഡ് ഷോ. കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പ്രചാരണം തുടങ്ങും. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്ന അന്വേഷണം സർക്കാർ നടത്തുമെന്ന് CPM നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ RJD ഇടതുമുന്നണി യോഗത്തിൽ വിമർശനമുന്നയിച്ചു. സിദ്ധാർത്ഥന്റെ മരണം മനസാക്ഷിക്ക് ആഘാതമേൽപ്പിച്ചതായും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും RJD ആവശ്യപ്പെട്ടു. വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. കേസിൽ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടുവെന്ന് ഇടുക്കി സ്വദേശിയായ അക്ഷയ് മൊഴി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുങ്കര ചേരുന്നുണ്ട്. ജിൻസ്, ഈ വിഷയത്തിൽ ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. നിരവധി ആരോപണങ്ങൾ ഒക്കെ നേരിട്ടിരുന്നു ഇതിന്റെ അന്വേഷണം തുടക്കഘട്ടത്തിലൊക്കെ. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? രേണുക, സിദ്ധാർത്ഥന്റെ മരണവുമായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം 6 പേരെ അറസ്റ്റിലായ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും 5 പ്രതികളെ കൂടി വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ അന്വേഷണ സംഘം നീങ്ങുന്നത്. ഈ സിൻഡോ ജോൺസൺ, അതുപോലെ തന്നെ കാശിനാഥൻ, അമീൻ, അക്ബർ അലി, അരുൺ, അമൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. ഇവരാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം ഇവരിൽ 2 പേരെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഹോസ്റ്റലിലും അതുപോലെ തന്നെ മർദ്ദനമേറ്റ കുന്നിൻ മുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച ഉപകരണങ്ങളടക്കം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. എന്തായാലും ഇന്ന് കൽപ്പറ്റ കോടതിയിൽ അപേക്ഷ നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പ്രതികൾ ഒരാളായിട്ടുള്ള ഇടുക്കി സ്വദേശി അക്ഷയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടു എന്നുള്ളതാണ് നിലവിലെ മൊഴി. അതേസമയം തന്നെ ഈ 18 പ്രതികളുടെയും ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ മർദ്ദനമേറ്റ ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനും ഇന്ന് അന്വേഷണ സംഘം അപേക്ഷ നൽകും. ഇതിൽ ഈ പ്രധാന പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു പ്രധാനമായും പറയുന്നത് ഈ കൊലപാതക സാധ്യത, കുടുംബത്തിന്റെ ആരോപണങ്ങൾ കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന പരിക്കുകൾ അതിനെ സാധൂകരിക്കുന്നതാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഈ അന്വേഷണ സംഘം നിലവിൽ ഈ കൊലപാതക സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി. അതേസമയം ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU അധ്യക്ഷന്മാർ നടത്തുന്ന സമരം ഇന്ന് 6ാം ദിവസമാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് അവരുടെ നീക്കം. ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണം നടത്തിയ വിശ്വാസികൾ. ചടങ്ങുകൾ ഇന്നും തുടരും. ഡാനിപ്പോളിന്റെ റിപ്പോർട്ട് കാണാം.
ആലുവയിൽ തിരക്ക് തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് തുടക്കമായതെങ്കിലും അതിനു മുന്നേ തന്നെ പെരിയാറിന്റെ തീരങ്ങളിലേക്ക്, ആലുവ മഹാദേവ ക്ഷേത്ര പരിസരങ്ങളിലേക്ക് ഇവിടേക്ക് ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. പിതൃമോക്ഷത്തിനായി ബലിതർപ്പണ ചടങ്ങുകൾ അർപ്പിക്കുന്ന ഈ പടവുകളിൽ, അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഇന്നലെ വൈകിട്ട് മുതൽ അനുഭവപ്പെട്ടു തുടങ്ങിയതാണ്. അതിപ്പോഴും അനുസ്യൂതം തന്നെ തുടരുകയും ചെയ്യുന്നു. 120ഓളം ബലിത്തറകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 300ഓളം പുരോഹിതർ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ആ ഒരു തിരക്ക്, പ്രത്യേകിച്ച് ശിവരാത്രി നാളുകളിൽ അനുഭവപ്പെടുന്ന തിരക്ക് വളരെ സവിശേഷമുള്ളതാണ്. ആ തിരക്കുകൾ ഇപ്പോഴും തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ആലുവ നഗരസഭയും വിവിധ സർക്കാർ വകുപ്പുകളുമെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പരിപാടികൾക്കടക്കം നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് ഇവിടേക്ക് വലിയ രീതിയിൽ തന്നെ ആളുകൾ എത്തി തുടങ്ങി. അർദ്ധരാത്രിയോടുകൂടിയാണ് മുഖ്യ തന്ത്രിയായ മുല്ലക്കൽ ശങ്കരം നമ്പൂതിരി ചടങ്ങുകൾക്ക് ഔദ്യോഗികമായ ഒരു തുടക്കമിട്ടത്. അതിനുശേഷം ഇന്നലെ ഉറക്കമൊളിച്ച് ഇരുന്ന് ഒരിക്കലെടുത്തുകൊണ്ടുവരുന്ന ഈ രാത്രി, ശിവരാത്രി പിതൃമോക്ഷ ചടങ്ങുകൾക്കായി മാറ്റിവെക്കുന്നത് വളരെ സവിശേഷമായ ഒരു വിശ്വാസമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവയിലേക്ക്, പെരിയാറിന്റെ തീരങ്ങളിലേക്ക് വലിയ രീതിയിൽ തന്നെ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് ഇന്നലെയും തന്നെ തുടരുകയും ചെയ്തു. ഈ സമയവും അത് തുടരുകയാണ്. ഈ സ്നാനഘട്ടങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. ഒപ്പം ഇതിൻ്റെ തിരക്ക് നിയന്ത്രിക്കുക എന്ന ഒരു കാര്യങ്ങളുമായിട്ട് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സുരക്ഷാ സേനയടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. 1200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരും 10 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് ആലുവയിൽ ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ബോട്ടുകളെല്ലാം തന്നെയും ഈ സ്നാനഘട്ട പടവുകളിലെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. സുരക്ഷാ വേലികൾ ഈ പടവുകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടേക്ക് എത്തുന്നവർക്കായിട്ട് യാത്രാ സുഗമമാക്കുന്നതിന് പ്രത്യേക സർവീസുകൾ, അതാണ് 250ഓളം സർവീസുകൾ KSRTCയുടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മെട്രോ റെയിലും സർവീസുകൾ അധികമായിട്ട് തന്നെ ഈ സമയത്ത് നടത്തുന്നുണ്ട്. റെയിൽ സർവീസും ഇതോടൊപ്പം കൂടുതൽ സ്റ്റോപ്പുകൾ, കൂടുതൽ ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പ് സ്റ്റേഷൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങളുമായിട്ടാണ് ആലുവയിൽ ഇക്കുറി ശിവരാത്രി ആഘോഷങ്ങൾക്ക് അനുവദിച്ച് ചെയ്തിട്ടുള്ളത്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളുമാണ് നടക്കുന്നത്. ഇപ്പോഴും ആലുവയിൽ പിതൃമോക്ഷ ചടങ്ങുകൾക്കായി തർപ്പണത്തിനായി എത്തുന്നവരുടെ തിരക്ക് തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനിപ്പോൾ, ന്യൂസ് 18. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം.